വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. ഇതിപ്പം ചക്ക സീസണാണ്. നമുക്ക് ചക്ക സീസൺ ടൈമിൽ തന്നെ ചക്കയും ചക്കക്കുരു നമുക്കിത് എനിക്ക് സ്റ്റോർ ചെയ്ത് 3-4 മാസം കഴിയുമ്പം മീൻസ് ചക്കയും ചക്കക്കുരു ഇല്ലാത്ത കിട്ടാത്ത സമയത്ത് നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചക്കക്കുരു സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി എങ്ങനെയാണ് ചക്ക സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്കക്കുരു സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതേപോലെ ചക്ക എടുത്ത് വെച്ചിട്ട് ഈ ചക്കയെ നമ്മൾ രണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചക്കക്കുരു ഇതിൻ്റെ ഈർപ്പത്തോടെ തന്നെ നമ്മൾ ഏത് കവറിലാണ് ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കവറിൽ ഇട്ട് വെക്കണം. അപ്പോൾ നമുക്കിട്ടൊരു കവർ വെള്ളമയൊന്നുമില്ലാത്തൊരു കവർ എടുത്ത് ഈ ചക്കക്കുരു ഇതേപോലെ അതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ചക്കക്കുരു ഇതേപോലെ എടുക്കാം. അങ്ങനെ നമ്മൾ ചക്കയിൽ നിന്നെല്ലാം ചക്കക്കുരു നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ടതുപോലെ കവറിനകത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഈ ചക്കക്കുരു യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് നോർമൽ പ്ലേസിൽ വെച്ച് തന്നെയാണ് നമുക്ക് ഓണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈമിൽ നമുക്ക് ചക്കക്കുരുവിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചക്കയിൽ നിന്നെടുത്ത് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.